കായംകുളം കടത്തുകടവ് മുനമ്പേൽക്കടവ് പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജന കൂട്ടായ്മ മന്ത്രി എം ലിജുവിന് നിവേദനം സമർപ്പിച്ചു. പാലത്തിന്റെ നിർമ്മാണത്തിനായി 2017-18 വർഷത്തെ ബഡ്ജറ്റിൽ 50 കോടി രൂപ വകയിരുത്തിയതായിട്ടും ദേവികുളങ്ങര പഞ്ചായത്തിനെയും കണ്ടല്ലൂർ പഞ്ചായത്തിനെയും കായംകുളം നഗരസഭ പടിഞ്ഞാറൻ പ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും നിവേദനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് കൂട്ടായ്മ ചെയർമാൻ VM അമ്പിളിമോൻ പറഞ്ഞു. കായംകുളത്തെ കടത്തുകടവ് മുനമ്പേൽക്കടവ് പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലവുമായി ബന്ധപ്പെട്ട പൊതുജന കൂട്ടായ്മ മന്ത്രി അഡ്വക്കേറ്റ് എം ലിജുവിന് നിവേദനം സമർപ്പിച്ചു. നഗരസഭ 41-42 വാർഡിന്റെ അതിർത്തിയായ കടത്തുകടവും ദേവികുളങ്ങര പഞ്ചായത്തിന്റെ അതിർത്തിയായ മുനമ്പേക്കടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടത്തുകടവും മുനമ്പേൽ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളത്തിന്റെ MLAയും സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ ബഹുമാനപ്പെട്ട എം ലിജുവിന് പൊതുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. 2017-18 ബഡ്ജറ്റിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട G. സുധാകരൻ മുൻകൈയെടുത്താണ് കടത്തുകടവ് മുനമ്പേൽ പാലത്തിന് 50 കോടി രൂപ അനുവദിച്ചത്. കടത്തുകടവ് മുനമ്പേൽ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി മണ്ണ് പരിശോധനയും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഒരു ഡിസൈൻ തയ്യാറാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിലേക്ക് കടന്നപ്പോഴാണ് ഈ പാലത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമുണ്ടായത്. അന്ന് മുതൽ പൊതുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9 വർഷമായി പലതരത്തിലുള്ള നിവേദനവും പ്രക്ഷോഭവും നടത്തിയിട്ടും നാളിതുവരെ കടത്തുകടവും മുനമ്പേൽ പാലം യാഥാർത്ഥ്യമാക്കിയില്ല. ഏറെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഈ പാലം ഇവിടെ തനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ഈ പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എം ലിജു ഈ നാടിനൊരു വാഗ്ദാനം നൽകിയുണ്ടായി. ആ വാഗ്ദാനം പ്രഥമ പരിഗണനയോട് ഈ നാടിന് കടത്തുകടവ് മുനമ്പേൽ പാലം യാഥാർത്ഥ്യമാക്കണമെന്നാണ് പൊതുജന കൂട്ടായ്മ അഭ്യർത്ഥിക്കുന്നത്. 2017-2018 വർഷത്തെ ബജറ്റിൽ G. സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് 50 കോടി രൂപ വകയിരുത്തി. കായംകുളം നഗരസഭ അതിർത്തിയായ കടത്തുകടവും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ മുനമ്പേൽക്കടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിനായി ഇത്തരത്തിൽ പണം അനുവദിച്ചിട്ടും 10 വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പുതുതായി ചുമതലയേറ്റ മന്ത്രി എം ലിജുവിന് നിവേദനം സമർപ്പിച്ചതെന്ന് പൊതുജന കൂട്ടായ്മ ചെയർമാനും ജനറൽ കൺവീനറുമായ VM അമ്പിളിമോൻ പറഞ്ഞു. കായംകുളത്തെ ദേശീയപാതയ്ക്ക് സമാന്തരമായി ഒരു പാതയായി മാറ്റാവുന്നതാണ് കടത്തുകടവ് മുനമ്പേൽക്കടവ് പാലം. പുളിമുക്ക് ജംഗ്ഷൻ വഴി തെക്കോട്ട് മൂലേശ്ശേരിൽ ക്ഷേത്രം റോഡ് വഴി കടത്തുകടവിൽ നിന്നും പുനമ്പേൽക്കടവിലെത്തി വാരണപ്പള്ളി ക്ഷേത്രം വഴി പ്രയാറിലൂടെ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് യാത്ര ചെയ്യാവുന്ന പാലത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെയും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിനെയും കായംകുളം നഗരസഭയുടെ പടിഞ്ഞാറൻ പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന പാലം തീരദേശ മേഖലയ്ക്ക് പുതിയ വികസന സാധ്യത തുറന്നുകൊടുക്കുന്നതുമാണ്. കായംകുളത്തിന്റെ MLA എന്ന നിലയിൽ ആദ്യ പദ്ധതിയായി തന്നെ നിർദ്ദിഷ്ട പാലം നിർമ്മാണം നടപ്പാക്കണമെന്നാണ് എം ലിജുവിന് നൽകിയിരിക്കുന്ന നിവേദനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് VM അമ്പിളിമോൻ പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.